ഹലോ ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ മഹേഷ് പല കരുക്കളും നീക്കുവാണ്. നമ്മുടെ ഇഷിതയെ എന്നേക്കുമായിട്ട് ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ മഹേഷിന്റെ ലക്ഷ്യം. അതും ഇഷിതയ്ക്ക് വേണ്ടിയാട്ടോ. ഇഷിതയുടെ അമ്മ പറഞ്ഞ പ്രകാരമാണ് നമ്മുടെ മഹേഷ് ഈ കരുക്കൾ നീക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ രചനയും ആദിമോനെയും വിളിച്ചിട്ട് അവരോട് ഭയങ്കര സ്നേഹത്തിൽ നമ്മുടെ ഇഷിതയ്ക്ക് മുന്നിൽ അവരോട് സ്നേഹത്തിലൊക്കെ പെരുമാറുന്നുണ്ട്. രചനയെ ഭയങ്കര പൊക്കി പറയുന്നൊക്കെ ഉണ്ട്. നിങ്ങളുടെ അമ്മ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മുടെ ചിപ്പുമോളോടും ആദിമോന്റെ അടുത്തും ഇഷിതയ്ക്ക് മുന്നിൽ വെച്ച് നമ്മുടെ മഹേഷ് പറയുന്നുണ്ടേ. ഭയങ്കര സന്തോഷത്തോടുകൂടിയാ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ രചന വിചാരിക്കും നമ്മുടെ മഹേഷിന് വീണ്ടും ഈ രചനയോട് ഇഷ്ടമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നായിട്ട് നമ്മുടെ രചനയുടെ ധാരണ. പക്ഷേ മഹേഷിന്റെ ഈ ഒരു മാറ്റം കണ്ടിട്ട് നമ്മുടെ ഇഷിത ഭയങ്കരമായിട്ട് കരയുന്നുണ്ടേ. ബാത്റൂമിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്. ലാസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ മഹേഷിനോട് അവസാനമായിട്ടൊന്ന് ചോദിക്കാൻ വരുവാണ്, മഹേഷ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്റെ നെഞ്ച് നീറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരുവാട്ടോ. അപ്പൊ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, നിന്നെ എന്നിൽ നിന്നും ഒഴിവാക്കാൻ തന്നെയാണ് ഞാൻ ഈ ശ്രമിക്കുന്നത് എന്നിങ്ങനെ പറയുവാണ്. അപ്പൊ നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, മഹേഷ് ഇല്ലെങ്കിൽ പിന്നെ ഇഷിതയും ഇല്ല, ഞാൻ ഒരിക്കലും മഹേഷിനെ വിട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹേഷിന്റെ കൈ പിടിച്ച് ഇങ്ങനെ കരയുന്ന രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.